Welcome back to Career Vein Updates. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, DLED കോഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടായിരുന്നു. ആ രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് +2 യോഗ്യതയുള്ളവർക്കൊക്കെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് വിളിച്ചുകൊണ്ട് LP, അതായത് പ്രൈമറി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ, അതായത് ഈ പറഞ്ഞ DLED കോഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും അപേക്ഷ വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയാണ്, അതായത് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ്, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റമാണോ, ഇങ്ങനെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിൽ അപേക്ഷ കൊടുത്ത കൃത്യമായിട്ടുള്ള അപേക്ഷ അത് പരിശോധിച്ച് PSC കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതത് ജില്ലയിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ്, അതായത് DD ഓഫീസാണ് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അപ്ഡേറ്റ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക്, അതായത് ഈ നിങ്ങൾ അപേക്ഷ കൊടുത്ത ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് നിങ്ങൾ അതത് DD ഓഫീസ്, ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയാണ്, കോഴിക്കോട് DD ഓഫീസ്, ജസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കോട് DLED റിസൾട്ട് എന്ന് ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ കോഴിക്കോട് DD ഓഫീസിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതേപോലെ മറ്റു ജില്ലകൾ, മലപ്പുറം ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, ട്രിവാൻഡ്രം, ഓരോ ജില്ലയിലെയും കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അതത് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം പത്രമാധ്യമങ്ങളിലൂടെയാണ് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. അതായത് കൊമേഴ്സ് വിഭാഗം, സയൻസ് വിഭാഗം, ഹ്യൂമാനിറ്റീസ് വിഭാഗം, അങ്ങനെ അത്തരത്തിലും ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വിഭാഗത്തിൻ്റെയും ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഡേറ്റിനുള്ളിൽ, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ 30ാമത്തെ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും തടസ്സം കാരണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഡേറ്റിൽ പോയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ മീൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് വെരിഫൈ ചെയ്യലാണ്. നിങ്ങൾ SLC, അതേപോലെ +2, അതേപോലെ മറ്റു ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യം ജസ്റ്റ് വെരിഫൈ ചെയ്ത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ ലഭിക്കണമെങ്കിൽ ആദ്യം റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ, കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിട്ട് ഈ വർഷം എല്ലാം വെബ്സൈറ്റിൽ വഴി വരുമെന്നായിരുന്നു കരുതിയിട്ടുള്ളത്. പക്ഷേ വീണ്ടും നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്ത് അത് ഓഫ്ലൈനായിട്ട് തന്നെയാണ്. ജസ്റ്റ് അപേക്ഷ മാത്രമാണ് ഈ പറയുന്ന ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അലോട്ട്മെൻറ്റ് പലപ്പോഴും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി DLEDൻ്റെ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് താഴെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ പരസ്പരം ഓരോ ജില്ലയിലെയും വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ തന്നെ ജസ്റ്റ് അതിൽ അനൗൺസ് ചെയ്യുക. മറ്റുള്ള ഫോർവേഡ് മെസ്സേജിൽ പരമാവധി വിദ്യാർത്ഥികൾ അതിൽ അയക്കാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ, ഓരോ ജില്ലയുടെയും അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനലും കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ ഉറപ്പെടുത്തുകയാണ്. കാരണം അപ്ഡേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അടുത്ത പ്രൊസീജിയർ റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ, അത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണെങ്കിലും അവർക്കും ഈ പറയുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ സെപ്പറേറ്റ് അവരെയും അഡ്മിഷന് വിളിക്കാറുണ്ട്, ഇൻ്റർവ്യൂ വിളിക്കാൻ. അതായത് മെയിൻ ലിസ്റ്റിലുള്ളവർ അഡ്മിഷൻ എടുക്കാത്ത സാഹചര്യത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമ ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പല മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിലവിൽ കേരള ഗവൺമെൻറ് കീഴിൽ, കേരള PSC ആയിക്കോട്ടെ, സർക്കാർ തലങ്ങളിൽ, പ്രൈമറി തലങ്ങളിൽ LP UPയിലും ടീച്ചിങ് യോഗ്യത ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ DLED എന്നുള്ളത് കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഈ വർഷം ഈ പറയുന്ന കോഴ്സ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധ്യതയില്ല എന്നല്ല, അതുകൊണ്ട് തന്നെ സാധ്യതയൊക്കെ ഉണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഗ്രേഡ് ആവുന്നവർ B.Ed കോഴ്സ്, ഡിഗ്രിയൊക്കെ എടുത്ത് ചെയ്യുക. ഇനി പെട്ടെന്ന് ടീച്ചർ ആവുന്നവരൊക്കെ ഈ രീതിയിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്താൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻ്റർവ്യൂ, അതേപോലെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി നിങ്ങൾ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.